അങ്ങ് ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയെ നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ, സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ എന്നുള്ള വേർതിരിവുകളില്ല. എന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യന്മാരിങ്ങനെ ഇവിടെ കലഹിക്കുന്നത്? നമ്മുടെ ലോകപ്രശസ്തയായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ വാക്കുകളാണ്. ഈ അടുത്തിടെ നമ്മളിത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്തിനാണ് ഈ ഒരു കലഹം, അല്ലേ? ഈ സംഘർഷങ്ങളിലൊന്നും ഒരു രാജ്യവും ഒടുവിൽ ജയിക്കത്തില്ല. മനുഷ്യന്മാരാണ് അവിടെ പരാജയപ്പെടുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഫ്രിക്ക ആയിക്കോട്ടെ, ഇവിടങ്ങളിലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിൽ പോലും ഇത് ചെറിയ രീതിയിൽ എഫക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോകത്തിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസ് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്ന് കോർണർ വ്യൂയിലൂടെ നമുക്ക് സംസാരിക്കാനൊരു കാര്യം അത് തന്നെയാണ്. ഇത്തരം സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യും? പുതിയൊരു തരത്തിലുള്ള ലോകവും പുതിയ തരത്തിലുള്ള സമൂഹമാണ് എപ്പോഴും ഉണ്ടാവുക. ഇപ്പൊ ഈ ഒരു സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കുറെ മാസങ്ങളായി നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിരുന്നെങ്കിലും വളരെ പെട്ടെന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ ഈ സംഘർഷത്തിന്റെ അത് തുടങ്ങിയ ശേഷം അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആഗോള സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും എണ്ണയുടെ വില കൂടി. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ എക്കോണമിയിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ജോലിയിൽ, കമ്പനിയിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പുതിയ കാലത്ത് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ സജീവമായ ഒരു കാലത്ത് നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കാലത്ത് എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന അത് വ്യത്യസ്തമാണ്, നമ്മൾ നോക്കിക്കാണാൻ. അതുപോലെ പ്രോപ്പഗണ്ടകൾ അന്ന് എങ്ങനെ എഫക്റ്റീവ് ആയിരുന്നു, ഇപ്പോൾ അത് വേറെ രൂപത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, എത്രത്തോളം എഫക്റ്റീവ് ആകുന്നില്ല. ഇതൊക്കെ നമുക്ക് കാര്യത്തിൽ ഈ സമയത്ത് നമുക്ക് നിരീക്ഷിക്കാവുന്ന, ഒബ്സർവ് ചെയ്യാവുന്ന മേഖലകളാണ്. അതുപോലെ പവർ ബാലൻസിൽ രാജ്യങ്ങൾ, ഇപ്പോൾ ചില രാജ്യങ്ങൾ ശക്തമാണ്, ചില രാജ്യങ്ങൾ ശക്തമല്ല, ചില രാജ്യങ്ങൾ ഇന്ന ചേരിയിലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പവർ ബാലൻസും ഈ ഒരു സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബിസിനസ്സുകളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകളെ, ജോലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാവുന്ന ഓരോ ഏരിയകളാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഈ സംഘർഷം ഗുണപരമായോ അല്ലെങ്കിൽ ദോഷകരമായോ ഒക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ വാർത്തകളിലൊക്കെ വന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, വാർത്തകളിൽ ഇത് വന്നു, പക്ഷെ എത്രത്തോളം അത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് യഥാർത്ഥത്തിൽ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ പോലും അത് ബാധിക്കുന്നത് മറ്റുള്ള എന്താ പറയുക, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ പല രാജ്യങ്ങളും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യനെ ബാധിച്ചത് പിന്നെ ഗ്യാസിൻ്റെ ഒരു രൂപത്തിലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ബിസിനസ്സിനെയാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ച് വളരണം എന്നുള്ളതാണല്ലോ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വേൾഡ് വാർ സെക്കൻഡ് നടന്ന സമയത്ത് ജപ്പാനെയാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്തതും ജപ്പാനെയാണ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. പക്ഷെ എന്നാൽ അവിടുന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ലെസൺ, ബിസിനസ്സിൽ തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ കമ്പനികൾ, ബിസിനസ്സുകൾ പലതും പല സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് പല സമയത്തും വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ടൊയോട്ട എന്ന് പറയുന്നത്. കാരണം രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി ഒരു ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. അത് എന്നേക്കും ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു. ആ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനിൽ വരുത്തിയ ഒരു മാറ്റമാണ്. പ്രൊഡക്ഷനിൽ ഇൻ ടൈം, അതായത് ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. കാരണം അതിന് റീസൺസ് പലതും ഉണ്ട്. കാരണം അവർക്ക് ആ സമയത്ത് അവിടെ വെയർ ഹൗസുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോറേജിനുള്ള പ്ലേസസ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു ആ സ്ഥലങ്ങളിൽ. പക്ഷെ അവരത് ഓവർകം ചെയ്തത് ഈ ഒരു ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പല കമ്പനികളും, ലോകമുള്ള ഗ്ലോബലിയുള്ള എല്ലാ കമ്പനികളും ഇതിനൊറ്റ നോക്കുകയും
ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി വേൾഡിൽ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് പ്രൊഡക്ഷൻ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായി മാറുകയും അവരുടെ ലെവൽ അപ്പാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ടൊയോട്ടൻ്റെ ഒരു സെറ്റ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ ഈസ്റ്റിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുവൈറ്റ് വാർ ഉണ്ടായിരുന്നു. മായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പല റെസ്റ്റോറൻറ്റുകളും ആ സമയത്ത് അവരേറ്റവും കൂടുതൽ മാറ്റി ചിന്തിച്ചുകൊണ്ട് ഈ യുദ്ധ സമയത്ത് ഈ മിലിറ്ററിക്കുള്ള സപ്ലൈ അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് എന്താണോ നീഡ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഫുഡുകൾ മാത്രം ബേസിക് നീഡ്സ് ആയിട്ട് ഇപ്പോൾ എന്താണ് നോർമൽ കൊടുക്കുന്ന മെനുവിനേക്കാളും ലഘൂകരിച്ച മെനു ഉണ്ടാക്കുകയും അങ്ങനെ അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെച്ചുകൊണ്ട് കുറേ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ചിലപ്പം നമുക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അത് ഹിസ്റ്ററിയിൽ പ്രൂവൺ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു സംഗതിയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമുക്കുള്ള റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ലോങ് ടൈം ഹെവി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക. അപ്പോൾ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയൊക്കെ ഉള്ളവരുണ്ടാവും. അത് ഒക്കെ ഒന്ന് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യാറുള്ളത്. കാരണം ബിസിനസ്സുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആയിരിക്കും. കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ക്യാഷ് സൈക്കിൾ ചെയ്യുന്നതാണല്ലോ ബിസിനസ്. സൈക്കിൾ ചെയ്യാൻ ബിസിനസ് ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ പേയ്മെൻറ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു മാറ്റം വരുത്താറുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത മാസം കൊടുക്കേണ്ട പേയ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കൊടുത്ത് തീർക്കുന്ന കമ്പനികളുണ്ട്, ബാധ്യതകൾ തീർക്കാതെ അങ്ങനെയുള്ള കൾച്ചറുള്ള കമ്പനികളുണ്ട്. പക്ഷെ അതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ക്യാഷ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2008 ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്ത കമ്പനികളാണ് പിന്നീട് സർവൈവ് ചെയ്തത്. അപ്പോൾ നമുക്ക് അത് ഓരോരുത്തരുടെയും ബിസിനസ്സിന് അവർക്കാണ് അറിയാം ഏറ്റവും നന്നായിട്ട് ഏതാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിപ്പിൾ ഇമ്പാക്റ്റ് ഉള്ളതാണ്. ഓയിലിൻ്റെ മാത്രം പ്രൈസ് അല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വരുന്നു, ടൂറിസത്തെ ബാധിക്കുന്നു, ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിനെ ബാധിക്കുന്നു, ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സിനെ ബാധിക്കുന്നു, ഇൻവെൻട്രി സെക്ടറിനെ ബാധിക്കുന്നു, അതുപോലെ എഡ്യൂക്കേഷൻ പോലുള്ള നമുക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാത്ത മേഖലകൾ വരെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രധാനമാണ്. വ്യക്തി ജീവിതത്തിലും ഇത് വളരെ പ്രധാനമാണ്. പ്ലാൻ എയിലായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവിടെ പ്ലാൻ ബി ആപ്ലിക്കബിൾ ആകേണ്ട ഒരു ടൈം കൂടിയാണല്ലേ ഇത്? അതെ തീർച്ചയായും. 28-ാം തീയതി ഫസ്റ്റ് ന്യൂസ് വന്ന ഉടനെ ഞാൻ എൻ്റെ ടുഡൂയിൽ എഴുതി വെച്ച സാധനമാണ് ഈ പ്ലാൻ ബി എന്നുള്ളത്. അബൌട്ട് ദ ബിസിനസ്. എപ്പോഴും ഒരു BCM ആണ്, ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയും. നമുക്കിപ്പോൾ നാളെ വാർ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മെജ്യൂറാണ്. മീൻസ് നമുക്ക് ആക്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഉണ്ടാവാറുണ്ട്. ഒരു അൺസീൻ സിനാരിയോ വരെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിനാരിയോ വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു കണ്ടിന്യൂറ്റി മോഡൽ എപ്പോഴും ബിസിനസ്സുകൾക്ക് വേണം. അതായത് നമ്മൾ പ്ലാൻ ബി പ്ലാൻ സി എന്നൊക്കെ പറയുന്നത് അത് വ്യക്തി ജീവിതത്തിലും വേണമെന്നാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വാറുകൾ ഏത് വാർ എടുത്തു കഴിഞ്ഞാലും ഇല്ലാത്തതും നമുക്കിപ്പോൾ ഉള്ളതുമായിട്ടുള്ളൊരു വലിയൊരു പ്ലസ് ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ വളരെ സജീവമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു വാറാണ് ഉക്രൈനും റഷ്യയും തമ്മിലുണ്ടായിരുന്ന വാർ എന്ന് പറയുന്നത്. ആ റഷ്യ ഉക്രൈൻ വാറിൽ ഉള്ള സമയത്ത് ഈ ഉക്രൈനിലുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും ഒക്കെ സെല്ല് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പൊക്കെ ഉള്ള എല്ലാ വാറുകളും ചിലപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാം. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊഡക്ട്സോ സർവീസസോ ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റും. നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കസ്റ്റമർ ബേസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് ഈ സമയത്തുണ്ട്. കാരണം നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ് ഇത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മേ ബി കൂടുതൽ ബിസിനസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സിനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് ഓരോ എൻറ്റിറ്റിയും അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും നമുക്കിതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ബിസിനസ്സാണ് ഫിൻടെക് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മണി എന്നൊക്കെ പറയുന്നത്. അതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു വശം മാത്രം പറയുന്നത് ഈ മണി എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെൻട്രേറ്റിൽ മാത്രം. ഇപ്പോൾ നേരത്തെ ഡോളർ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ കറൻസി ഡോളർ കയ്യിലുള്ളവനാരോ
അവരാണ് റിച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് എത്ര ഉണ്ട് അവരാണ് റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മണി വന്നതോടുകൂടി ആ ഒരു മൊണോപ്പൊളി ഒരു പരിധിവരെ ഇല്ലാതായി എന്നുള്ളത് അതതിൻ്റെ ഒരു പോസിറ്റീവായ സൈഡാണ്. പിന്നെ ബിസിനസ്സുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഗൾഫ് സിറ്റിയിൽ എനിക്കറിയാം, അവർ ഗ്രോസറികൾക്ക് പുതിയ നിയമം കൊണ്ടുവന്നു, പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ സിംഗിൾ ചെറിയ ഗ്രോസറികൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ ഇതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിച്ച് ക്ലോസ് ചെയ്ത് വിറ്റുപെറുക്കി നാട്ടിലേക്ക് പോയി. വേറെ ചിലർ ചെയ്ത് അവരുടെ കടുത്ത കോമ്പറ്റീറ്റർ ആയിരുന്ന തൊട്ടടുത്തുള്ള ഗ്രോസറികളുമായി ചേർന്നിട്ട് ഇവർ വലിയൊരു ഗ്രോസറിയാക്കി മാറ്റിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആവുകയും അതൊരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു ചെറിയ എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ അലൈൻമെൻറ്റുകൾ എവിടെയൊക്കെ സഹകരിക്കാൻ പറ്റും, ഇന്നലെ വരെ കടുത്ത കോമ്പറ്റീറ്റർ ആയിരുന്നവർ ഇന്ന് പക്ഷേ പാർട്ട്ണറായി വരാം, നേരെ മറിച്ചും വരാം. അപ്പോൾ അത്തരം സാധ്യതകൾ കണ്ടെത്തിയിട്ട് സർവൈവ് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ഇപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അവിടെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, റെസ്റ്റോറൻറ്റുകളെ ബാധിക്കുന്നു, വീടുകളെ ബാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ആദ്യം ചെയ്യാവുന്നത് കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിൽ മുമ്പാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കട എന്നതിന് വലിയ മാർക്കറ്റായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം ഡിജിറ്റലി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്, ഡെലിവറി ഉണ്ടായതുകൊണ്ട് വളരെ റിമോട്ടായ ഒരു വില്ലേജിലാണ് നമ്മുടെ സ്റ്റോർ ഉള്ളതെങ്കിൽ പോലും ആളുകൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ കടയുള്ളവർക്ക് അത് വിറ്റിട്ടോ അല്ലെങ്കിൽ അത് തൽക്കാലം റെൻറ്റ് കൊടുക്കാതെയോ അവർക്ക് വിഡ്രോ ചെയ്തുകൊണ്ട്, എന്നാൽ അവരുടെ കസ്റ്റമേഴ്സിനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും കോൺടാക്റ്റ് നിലനിർത്തിക്കൊണ്ട് അതേ കസ്റ്റമർ ബേസ് തന്നെ അവർക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. സ്വാഭാവികമായിട്ടും കുറച്ച് കുറവുണ്ടാവും, കാരണം പർച്ചേസിംഗ് പവർ കുറയും. ക്യാഷ് ഫ്ലോ കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ കുറയും എന്നുള്ളത് ശരിയാണെങ്കിലും കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടാതെ എന്നാൽ ഇവരുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ജസ്റ്റ് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഈ സമയത്ത് റെസിലിയൻസ് അതുപോലെ സർവൈവൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, സിറ്റുവേഷൻ മാറുന്നത് വരെ. അങ്ങനെയുള്ള ചില മെഷേഴ്സ് എടുത്തുകൊണ്ട് ഇതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും അവർക്ക് കഴിയും. അതുപോലെ ഏറ്റവും മൂവിങ് ആയുള്ളത്, ഇപ്പോൾ എല്ലാം കിട്ടുന്ന കട എന്ന് പറയുന്നതിന് പകരം ഏറ്റവും മൂവിങ് ആയത് മാത്രം വെക്കുക, അല്ലാത്തത് വെക്കാതിരിക്കുക. കാരണം ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും വളരെ സെലക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ വളരെ സെലക്റ്റീവായ ഇൻവെൻട്രി കീപ്പ് ചെയ്യുക, സെലക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് ഈ കോവിഡ് സമയത്ത് നമുക്ക് മനസ്സിലായ സംഗതി, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ പലപ്പോഴും തകരുകയും ചെറിയ ഗ്രോസറികൾ അവരുടെ തൊട്ടടുത്തുള്ള ഞങ്ങൾക്കൊരു 50 കസ്റ്റമേഴ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നന്നായി സെർവ് ചെയ്യുകയും അവരുടെ ലോയൽറ്റി കീപ്പ് ചെയ്യുക, അവർ $1 $2 അധികം കൊടുക്കുന്നത് മൈൻഡ് ചെയ്യാതിരിക്കുകയും അങ്ങനെ ഇവർ നിലനിന്ന് പോവുകയും ചെയ്തതിൻ്റെ എത്രയോ എക്സാമ്പിൾ നമുക്ക് ഖത്തറിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ചില ടാക്ടിക്സുകളിലൂടെ നമുക്ക് ഇതിനെ മറികടക്കാനേ കഴിയുള്ളൂ. കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കേറ്റർ ചെയ്ത് പോകുമ്പോഴാണ് ഇത് കുറച്ചും കൂടി നമുക്ക് ഈസി ആവുക എന്നുള്ളത്. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇപ്പോൾ ഒരു സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റോറിൽ എല്ലാ സാധനങ്ങളും നമ്മൾ മുമ്പ് വെക്കുന്ന സമയമാണെങ്കിൽ അതിൻ്റെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ഒക്കെ കുറച്ചിട്ട് ആവശ്യം ഈ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് മാത്രം വിൽക്കപ്പെടുക, അത് മാത്രം ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി നമുക്ക് കുറക്കാം, അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ സെല്ലിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് കുറക്കാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ്. ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ സംഘർഷാവസ്ഥ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം നോർമൽ ആൾക്കാർ, ഇപ്പോൾ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയുടെ ജോലി നഷ്ടമാകില്ല, എന്നാൽ കൂടി അവരുടെ ചിന്ത ചിലപ്പോൾ അയ്യോ എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക, അവരുടെ മെൻ്റലി അവർ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം എനിക്ക് നാട്ടിലേക്ക് പോകണം, കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നാട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർ കുറച്ചുകൂടി മെൻ്റലി കുറച്ച് സ്ട്രോങ് ആകേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം പലപ്പോഴും അങ്ങനെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് പോലും ചിന്തിക്കുന്നില്ല. പോകുക എന്നുള്ള ഒറ്റ ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ ആ സമയത്ത്. നമ്മളിതിനെ ലിഫ്റ്റ് സൈക്കോളജി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക ഒരാൾ നല്ല കുറച്ച് സമയം നമുക്ക് സ്വസ്ഥമായി ഇവിടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. വേറൊരാൾ അയ്യോ കുടുങ്ങിപ്പോയല്ലോ ഇനി കഴിഞ്ഞു രക്ഷയില്ല എന്ന് വിചാരിച്ചാൽ തന്നെ മതിയാകും അയാൾക്ക് ഒരു പക്ഷേ ഹൃദയസ്തംഭനം വരാൻ. അപ്പോൾ നമ്മൾ അതിനെ എൻജോയ് ചെയ്യുകയും ഇതാണ് സിറ്റുവേഷൻ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ട് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. കാരണം ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്ന പോലെ നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് വലിയ ഒഴിവാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു ചായ്വുള്ള ഏരിയകളുണ്ടാവും. അതിപ്പോൾ പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കളിക്കാം, ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്തിട്ട് ടെൻഷൻ ഒഴിവാക്കിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എല്ലാം നമ്മളൊരു പേപ്പർ എടുത്ത് വരയ്ക്കും, നമ്മൾ ജേണൽ എഴുതുക എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ നാട്ടിൽ പോയാൽ എന്തായിരിക്കും ഗുണം ദോഷം എന്ന് നമുക്ക് തന്നെ ഒരു തോട്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും.
അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എല്ലാ സിറ്റുവേഷനും ഇപ്പോൾ അങ്ങനെ ഒന്ന് ഓടിപ്പോയവർ വളരെ ബുദ്ധിമുട്ടി ലക്ഷങ്ങളൊക്കെ മുടക്കി നാട്ടിലെത്തിയ ആളുകൾ സിറ്റുവേഷൻ മാറുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും. എന്തിനാണ് ഞാൻ പോയത് എന്നൊക്കെ തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൃത്യമായി അനലൈസ് ചെയ്യുക, എന്നിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എഫക്റ്റ് ചെയ്യുന്നത് മേ ബി ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പോകുന്നത് ആ പോകുന്ന സ്ഥലം വളരെ സംരക്ഷണമുള്ള ഒരു സ്ഥലമാവണമെന്നൊന്നുമില്ല. അതിൽ മേ ബി അവിടെ അറ്റാക്സ് ഇല്ല അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അതിന് അവിടെ എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. അത് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉണ്ടാവും. മേ ബി നമ്മളിവിടെയുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ജോലികളൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ നാട്ടിലേക്ക് പോകണം. നാട്ടിൽ പോയിട്ട് പക്ഷേ നമ്മൾ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് ഒരു 5 or 10 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സീറോന്ന് തുടങ്ങേണ്ട സമയവും അവിടുത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ സാഹചര്യവും എല്ലാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാനെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഖത്തറിലാണുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഖത്തറിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ആരുടെ മുന്നിലും നമ്മൾ തല കുനിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ആ ഒരു ആത്മവിശ്വാസം വരാൻ കാരണം ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാണം തന്നെയാണ്. നമ്മളെ അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലൂടെ കൊണ്ടുപോകുന്നത്. ഉപരോധം മുതൽ നമ്മൾ കാണുന്നതാണ്. ഉപരോധത്തിൽ ആരുടെ മുന്നിൽ തലകുനിക്കില്ല എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആരുടെ മുന്നിലും തലകുനിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മളെല്ലാവരും ഇവിടെ സേഫ് ആണെന്ന് നാട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞങ്ങളിവിടെ സേഫാണ്, ഖത്തറിലാണ് നമ്മളുള്ളത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്നിനും നമുക്കൊരു മുടക്കമില്ല. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മളുടെ നീഡെന്ന് പറയുന്നത് ഫുഡാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഇവിടെ അതിനൊരു മുട്ടും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജോലികളുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓഫീസിൽ ആവശ്യമാണെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും നമ്മൾ ഖത്തറിൽ ഇവിടെ സേഫാണ് എന്ന് നമുക്ക് ഉറക്കെ ഉറക്കെ പറയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഖത്തറിൽ സുരക്ഷിതരാണ് എന്നുള്ളത്. അത് സ്വയം ബോധ്യപ്പെടുക, നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഖത്തർ ഗവൺമെൻറ് നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ MOE ഖത്തർ എന്ന് പറയുന്ന നമ്മളുടെ ഇൻസ്റ്റാ പേജിലൂടെയും നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോ എടുത്തിടരുത് അല്ലെങ്കിൽ വീഡിയോ എടുത്തിടരുത് എന്ന് പറയുമ്പോൾ എന്താ അതിന് കുഴപ്പം എന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആർക്കും അയക്കുന്നില്ല, എൻ്റെ ഫോണിൽ വയ്ക്കുന്നില്ലേ ഉള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതടക്കം അവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഈ വരുന്ന ഇപ്പോഴത്തെ നടന്നു പോകുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ചില രഹസ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷനുകളുണ്ടാവും, അത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്ന രീതികളുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് കൗതുകമായിരിക്കും, പക്ഷേ അത് മറ്റൊരാൾ നമ്മൾ ആരാണോ നമ്മൾക്ക് എതിർ നിൽക്കുന്നത് അവർക്ക് സമയത്തും അത് ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഫോണിൽ പോലും കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫോൺ ഹാക്കിങ് കാര്യങ്ങളൊക്കെ പല രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലും സേഫ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫോണിൽ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താണ്. ഖത്തർ ഗവൺമെൻറ് നമ്മളെ എത്രയും സംരക്ഷിക്കുമ്പോൾ തിരിച്ചും നമ്മൾ ആ ഒരു കാര്യം കാണിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഉത്തരവാദിത്തമുള്ള ആളെന്ന രീതിയിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഖത്തറിൻ്റെ ഈ പ്രത്യേകത പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നൊരു സംഗതി, ഖത്തർ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് മാത്രമല്ല ഖത്തർ ഈ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ആളുകൾ കൂടിയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും രാജ്യക്കാരും പറയാറില്ല ഞങ്ങളുടെ രാജ്യം ഫസ്റ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ലോഗനൊക്കെ ഉണ്ടാവാറുണ്ട്. ഖത്തറീസ് ഫസ്റ്റ് അല്ലെങ്കിൽ ഖത്തർ ഫസ്റ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ലോകത്ത് ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ഒരു ഖത്തറിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ സംഘർഷമുണ്ടോ അവിടെയൊക്കെ ഒരു മീഡിയേറ്റർ റോള് എത്താറുണ്ട്, പലതും വിജയിക്കാറുണ്ട്. ഖത്തറിന് ഇൻ്റർനാഷണൽ ലെവൽ അങ്ങനെ ഒരു ഇമേജും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഘർഷം തന്നെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഒന്നത്. രണ്ടാമത്തത് ഒരു സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത് ഖത്തർ ഇപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ നമുക്ക് ഡയറിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പ്രൊഡക്ഷൻ ഖത്തർ പ്രൊഡ്യൂസ് ഇവിടുന്ന് ഉള്ള പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഓയിലുള്ള റീജിയനാണ് ഈ മിഡിൽ ഈസ്റ്റ് എങ്കിലും സോളാർ എനർജിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് തന്നെയാണുള്ളത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫീൽഡുകൾ ഉള്ളത് ഈ ഖത്തർ അടക്കമുള്ള 2-3 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. അപ്പോൾ ഒരു നോൺ ഓയിൽ എക്കോണമിയിലേക്ക് ഖത്തറും കാര്യമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ് ഖത്തറിൽ ജീവിക്കുന്ന വിദേശികളും സ്വദേശികളും ഒരുപോലെ എന്ന് അണ്ടർലൈൻ ചെയ്യണം. വിദേശികളും സ്വദേശികളും വിവേചനമില്ലാതെ ഒരുപോലെ ആസ്വദിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓരോ രാജ്യങ്ങളുടെ കാര്യം പറയും. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ മേഖലയിലേക്കൊക്കെ തന്നെ നോക്കുമ്പോൾ ഇവരെങ്ങനെ ഓവർകം ചെയ്തു വരുന്നു, അതിനനുസരിച്ചിട്ടാണ് ആ രാജ്യവും വലുതായിട്ട് ഓവർകം ചെയ്തു വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ആണെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിലും എടുക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓരോ രാജ്യങ്ങളും റിക്കവർ ചെയ്ത് വന്നതിനെക്കുറിച്ച് നേരത്തെ ജപ്പാൻ എക്സാമ്പിൾ നൗഫൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കൂടുതൽ ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, അവിടെ നോക്കുമ്പോൾ ജപ്പാനാണ് കുറച്ചുകൂടി അവർ റിക്കവർ ചെയ്ത കാര്യത്തിൽ കുറച്ച് മികച്ചത് അല്ലെങ്കിൽ മുന്നിട്ട് നിന്നെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ജപ്പാൻ അങ്ങനെ? അത് ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന രാജ്യം കൂടിയല്ലേ? 2, 3 കാര്യമുണ്ട്. ഒന്ന്, ജപ്പാൻ ഒരു ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ജപ്പാൻ ഒരു ജിയോഗ്രാഫിക്കൽ ജങ്ഷനിൽ വരുന്നതല്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റൊക്കെ ഒരു ജിയോഗ്രാഫിക്കൽ എന്താ പറയുക, ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെയുള്ള സ്ഥലമല്ല ജപ്പാൻ. ജപ്പാൻ ജിയോഗ്രാഫിക്കലി കുറച്ച് ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. ഒന്ന്. രണ്ടാമത്തത്, ജപ്പാനികളുടെ ഒരു പ്രത്യേകത കൂടുണ്ട്. അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അവരുടെ റൂട്ടിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ അവർ റെഡിയാണ്. ഇതുപോലെയുള്ളൊരു റെസിലിയൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ചൈനയിലാണ്. സ്വന്തമായി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് അവരുടെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിലും ശരി, ഇൻഡസ്ട്രീസ് ആണെങ്കിലും ശരി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു പക്ഷത്ത് കുറേ കാലം അവർ നിന്നിരുന്നില്ല. ഉണ്ടെങ്കിൽ പോലും ടെക്നിക്കലി ഉണ്ടാകുമ്പോൾ പോലും അവർ വളരെ ആക്റ്റീവായിട്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ അവർ ഇടപെട്ടിരുന്നു. ഇതൊക്കെ അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, ഈ ഒരു ഇപ്പോഴത്തെ സംഘർഷത്തിന് ശേഷം ഈ പവർ ബാലൻസിൽ കാര്യമായൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. കാരണം വെസ്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് സാമ്പത്തികമായി അത്ര നല്ല അവസ്ഥയിലല്ല ഒരു കൺട്രീസ്. അമേരിക്കയിലും 2,00,000 മുകളിലാണ് ഡോളർ ഒരാളുടെ പ്രതിശീർഷ കടം എന്ന് പറയുന്നത്. അമേരിക്കക്കാരൻ കടമില്ലാത്തവനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും കടമുണ്ട്. ഓരോ മലയാളിക്കും IMFനോടും ലോകബാങ്കിനോടൊക്കെ കടമുള്ള പോലെ അവർക്കും കടമുണ്ട്. എന്നാൽ കുറച്ചുകൂടിയും സാമ്പത്തിക അടിത്തറയുള്ള രാജ്യങ്ങളായി ചൈന, അതുപോലെ കൊറിയകൾ, അതുപോലെ ഇപ്പോൾ ഇറാൻ്റെ ഒരു പവർ നമ്മൾ കാണുന്നു. അങ്ങനെ ഈ മേഖലയുള്ള രാജ്യങ്ങളുടെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയും അതുപോലെ അവരുടെ ഒരു സുസ്ഥിരതയൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പവർ ബാലൻസിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ ഇത് ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. മീൻസ് ഇത് കാരണമാകും എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അൺടച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരിൽ ചിലർ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായിട്ട് ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ടോട്ടലി ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു പവർ ബാലൻസിൽ കാര്യമായൊരു മാറ്റം വരും എന്നാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംഘർഷങ്ങളും കഴിയുമ്പോൾ പുതിയ ശക്തികൾ ഉണ്ടാവുകയും പുതിയ സ്റ്റേബിൾ എക്കോണമികൾ ഉണ്ടാവുകയും പുതിയ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ജപ്പാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജർമ്മനി അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ്. റഷ്യ മറ്റൊരു എക്സാമ്പിളാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഈ മേഖലയിൽ ഒരു പവർ ബാലൻസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ഒബ്സർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം കടന്നു പോകുന്നതാണല്ലോ നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം, എല്ലാവരും പറഞ്ഞൊരു കാര്യം പറഞ്ഞൊരു പ്ലാൻ ബി ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് നേരിടാനായിട്ട് ഒരു നല്ല പ്ലാൻ ഉണ്ടാകട്ടെ, ഒരു പ്ലാൻ ബി ഉണ്ടാകട്ടെ എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കും.